തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനായുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്. നാളെയാണ് ആനയൂട്ട്. എല്ലാ വർഷവും കർക്കിടകം 1-നാണ് ആനയൂട്ട് നടക്കാറുള്ളത്. വടക്കുംനാഥ ക്ഷേത്രത്തിനകത്ത് തെക്ക് ഭാഗത്തായാണ്, ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തെക്ക് ഭാഗത്തായാണ് ആനയൂട്ട് നടക്കാറുള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കൃത്യമായ ആനകൾക്ക് നിൽക്കാനുള്ള സ്ഥലവും അതുപോലെ തന്നെ ബാരിക്കേഡുകളും അതിനിപ്പുറത്ത് ആളുകൾക്ക് നിൽക്കാനും ആനകൾക്ക് ഭക്ഷണം നൽകാനുമുള്ള സ്ഥലമെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു. ഇത്തവണ ഏകദേശം 70-ലധികം ആനകൾ ആനയൂട്ടിനായി എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ തന്നെ 15ഓളം പിടിയാനകളും ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സവിശേഷത കൂടിയാണ്. ആനയൂട്ടിൻ്റെ ചരിത്രം 1982-ൽ ഏഷ്യാനിന് ഇവിടുന്ന് ആനകളെ ട്രെയിൻ മാർഗം കൊണ്ടുപോയി. ഇവിടെ വന്നപ്പോൾ ആനകൾക്കൊക്കെ ഭയങ്കരമായിട്ട് അസുഖങ്ങൾ വന്നു. ആനകൾക്ക് വയറിനാണ് പ്രത്യേകിച്ച് അസുഖങ്ങൾ വന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച്, നമ്മുടെ ഒരു കൂട്ടായ്മ ആലോചിച്ച്, ആനകൾക്ക് രക്ഷപ്പെടാൻ നമ്മൾ ഗണപതിനെ പ്രീതിപ്പെടുത്തിയാൽ ആനകൾക്ക് നല്ല സുഖമാകുന്ന പോലെ നമ്മൾ ആ കൊല്ലം നമ്മൾ ഗണപതി ഹോമം തുടങ്ങിയതാണ്. ഇത് 42 വർഷമായി. അപ്പോൾ എന്താ വെച്ചാൽ ഗണപതിനെ പ്രത്യക്ഷമായിട്ട് ഊട്ടിയാലും ആനകളുടെ വയറ് നന്നാന്ന് വെച്ചിട്ടാണ് ആനകൾക്ക് പ്രത്യക്ഷ ഗണപതി ഹോമം ആന ഊട്ടും തുടങ്ങിയത്. ഇപ്പോൾ 42ാമത്തെ വർഷമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആനകളും ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് ഒരു കണക്കുകൂട്ടൽ. അതിൻ്റെ രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ് പൂർത്തീകരിക്കുകയുള്ളൂ. ഉദ്ഘാടനത്തിന് ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരാണ് ഇങ്ങോട്ടേക്ക് എത്തുക. 70 ആനകൾ തൃശ്ശൂർ നഗരത്തിലേക്ക് വരികയാണ്. പൂരം കഴിഞ്ഞാൽ ഒരുപക്ഷെ തൃശ്ശൂരിനെ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തുന്ന ഒരു ഉത്സവമായിട്ടാണ് തൃശ്ശൂർക്കാർ ഇത് ഏറ്റെടുക്കുന്നത്. ആനയൂട്ടിന് മുൻപേ തന്നെ ഗണപതി ഹോമം ആരംഭിക്കും. പുലർച്ചെ മുതൽ തന്നെ ഗണപതി ഹോമം ആരംഭിക്കും. അതിനുശേഷമാണ് പിന്നീട് തെക്ക് ഭാഗത്തായി ആനയൂട്ട് നടക്കുക. ഇവിടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിനുള്ള കൂട്ട് തയ്യാറാക്കുന്ന തിരക്കിലാണ്. അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ അന്തിമ ഘട്ടത്തിലായി നിൽക്കുകയാണ്. നാളെ ഏകദേശം 9 മണിയോടുകൂടി തന്നെ ആനയൂട്ട് ആരംഭിക്കുകയും ചെയ്യും. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.